ഒരു വീട് വാങ്ങണമെന്നുള്ള മോഹം എപ്പോഴും എല്ലാവരും നിലനിൽക്കുന്ന ഒന്നാണ്. അത് നമ്മളെ എപ്പോഴും ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. അത് എത്ര മനോഹരമായിട്ട് വാങ്ങിക്കാം, അല്ലെ എത്ര മനോഹരമായിട്ട് പണി കഴിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം ആ ആഗ്രഹത്തിൽ തന്നെ പല രീതിയിലും പല തലങ്ങളിലേക്കും വ്യതിചലിച്ചു പോവുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതേപോലെ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വീടാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഗേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. അതിമനോഹരമായിട്ട് തന്നെ വർക്ക് ചെയ്തേക്കുന്ന ഒരു ഗേറ്റാണ്. അതിനകത്ത് ലേസർ കട്ടിങ് വെച്ചുള്ള ഷീറ്റ് വെച്ച് അതിമനോഹരമായ രീതിയിൽ തന്നെ ഡിസൈൻസൊക്കെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഗേറ്റ് തുറക്കാം. ഉള്ളിലേക്കാണ് തുറക്കുന്നത്. തുറന്ന് നമ്മളിത് സ്ലൈഡിങ് ഗേറ്റാണ്. ഈ ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് കയറി വരുമ്പോൾ നല്ല ടൈല് വിരിച്ച തറകൾ. ഫസ്റ്റ് ലുക്ക് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഒരു കാർ പാർക്കിംഗ്, ഒരു സിംഗിൾ കാർ കവേർഡ് കാർ പാർക്കിംഗ് ഒരെണ്ണം മാത്രമാണുള്ളത്. വേണമെങ്കിൽ ഒരു ചെറിയ വണ്ടി നമുക്ക് ഇവിടെയും പാർക്ക് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു വലിയൊരു XUV 500 അല്ലെങ്കിൽ ഒരു ഇന്നോവ ക്രിസ്റ്റയോ ഒക്കെ നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. ഒരു ചെറിയ ഇയോണോ അല്ലെങ്കിൽ അങ്ങോട്ട് ഓൾട്ടോ കാറ് നമുക്ക് ഇവിടെയും പാർക്ക് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു വീടാണിത്. വെള്ള കളർ പെയിൻ്റാണ് ഈ വീട് ഫുള്ളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ കയറി വരുമ്പോഴേ നമുക്കിവിടെ കാണാം തൂണുകളിലെല്ലാം അത്യാവശ്യം നല്ലൊരു ഡിസൈൻ നൽകിയിട്ടുണ്ട്. സിറ്റ് ഔട്ട് ചെറുതാണെങ്കിലും അതിമനോഹരമായി തന്നെ സജ്ജീകരിച്ചിരിക്കുന്നു. അത് ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ടിന് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ വാതിലിലോട്ട് നോക്കാം. ഇതാണ് മെയിൻ വാതിൽ. ഇതിനൊരു എന്താ പറയുക, സ്റ്റീലിൻ്റെ ഒരു ലൈനും മറ്റ് ക്രോമിയത്തിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കട്ടള ഉപയോഗിച്ചിരിക്കുന്നത് ആഞ്ഞിലിയിലും അതേപോലെ തന്നെ വാതിൽ മഹാഗണിയിലുമാണ് തീർത്തിരിക്കുന്നത്. നമുക്കിത് ഉള്ളിലേക്ക് കയറാം. വീടിൻ്റെ ഉൾവശത്തിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈറ്റ് കളർ ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മനോഹാരിതയുണ്ട്. അതിനകത്ത് ചെറിയ ബ്ലാക്ക് കളറിലുള്ള ചെറിയ ഡിസൈൻസും മറ്റും കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ നല്ല മനോഹരമായിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ ഹോളിൽ തന്നെ നല്ല രീതിയിൽ എന്താ പറയുക സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് എന്താ പറയുക കൺജസ്റ്റഡ് ആയിട്ടുള്ള അല്ല മീൻസ് എന്താ പറയുക നമ്മുടെ അരോചകത്വം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സീലിംഗ് വർക്കൊന്നുമല്ല. നല്ല സീലിംഗ് വർക്കാണ്. വൈറ്റ് കളറും അതേപോലെ തന്നെ ലൈറ്റ് കളർ LEDസുമാണ് അവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതൊരുപാട് വൃത്തികേട് ഉണ്ടാവില്ല. നല്ല മനോഹരമായിട്ട് തന്നെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടെ മൾട്ടിവുഡിൽ തീർത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് TV വെക്കുന്നതിനും അതേപോലെ തന്നെ മറ്റ് അനുബന്ധ സാധനങ്ങൾ വെക്കുന്നതിനൊക്കെ സ്റ്റോറേജ് സ്പേസും മറ്റും നൽകിക്കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നല്ല സൗണ്ട്. തൊട്ടടുത്തുള്ള വീട്ടിൽ പണി നടക്കുകയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് വാതിലങ്ങ് അടച്ചിടാം. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അവിടെ പണി നടക്കുന്നതിൻ്റെയാണ് ആ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഈ ഹോളിൽ ഇവിടെ 2 ജനാലകളാണ് 2 മുറികളിലും ഈ ഒരു ഹോളിൽ തന്നെ ഉള്ളത്. 2 സൈഡിലും ആ ഒരു ജനലും ഈ ഒരു ജനലും. ഈ ജനലിക്ക് പടികൾക്കെല്ലാം ആഞ്ഞിലിയുടെ തടികളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഹോളിൽ നിന്ന് ഡൈനിങ് ഏരിയയിലോട്ട് വരുമ്പോൾ അവിടെയും ഈ ഒരു മൾട്ടിവുഡ് വെച്ചിട്ട് ചെറിയൊരു പാർട്ടീഷൻ നൽകിയിരിക്കുന്നു. അത് ചെറിയൊരു ഭംഗി തരുന്നുണ്ട്. നല്ലൊരു തടിയുടെ ടെക്സ്ചറാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു മൈക്ക ഷീറ്റാണ് അവിടെ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. ഇതാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിലും ഈ പറഞ്ഞ വോൾ സീലിംഗ് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ LED ലൈറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് കളറുകൾ കാട്ടിക്കൂട്ടി അവിടെ ഒരു ബോറിങ് ഉണ്ടാക്കിയിട്ടില്ല. നല്ല മനോഹരമായിട്ട് തന്നെ അതും ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്തിരിക്കുന്ന മുഴുവൻ എക്യുപ്മെൻറ്റ്സും V-ഗാർഡിൻ്റെ വയേഴ്സും അതേപോലെ തന്നെ സ്വിച്ചസും മറ്റ് കാര്യങ്ങളുമാണ് ഇലക്ട്രിക്കലി ഫുള്ളായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി താഴത്ത് ഈ വീട് 2 നിലകളിലായിട്ടാണ് നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. താഴത്തെ നിലയിൽ 2ഉം മുകളിലത്തെ നിലയിൽ 2ഉം ബെഡ്റൂമുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ആദ്യം അടുക്കളയിലേക്ക് പോകാം. നോർമൽ അടുക്കളയിൽ നമ്മൾ കാണുമ്പോൾ ഒരു ഗ്ലാസ് മിറർ ആയിരിക്കില്ല, പക്ഷേ ഇവിടെ ഒരു മിററാണ്. പക്ക ഒരു മിറർ പോലാണ് ഇവിടുത്തെ ഈ ഒരു ഡോറ് ആക്ട് ചെയ്യുന്നത്. ആ മിററിന് ഒരു ചെറിയ പോർഷനിലൊരു മറവൊക്കെ വെച്ചിട്ട് പക്ഷേ നല്ല രീതിയിൽ നല്ല ഭംഗിയുണ്ട്. ഇത് കാണാം. അതിന് മുമ്പ് ഒരു കാര്യം, അടുക്കളയിലേക്ക് പോകുന്നതിന് ഒരു കാര്യം കാണിക്കാൻ മറന്നുപോയി. നമ്മുടെ വാഷ് ഏരിയ. ഇതാണ് വാഷ് ഏരിയ. സ്റ്റെയർ കേസിന് തൊട്ട് താഴെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വാഷ് ഏരിയ. ആ വാഷ് ഏരിയയുടെ ഈ ഒരു കുറച്ച് പോർഷൻ അവർ മൾട്ടിവുഡ് വെച്ചിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു. നല്ല ഭംഗിയുണ്ട്. സെറയുടെയാണ് വാഷ് ബേസിൻ അത് നൽകിയിരിക്കുന്നത്. അതും നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. താഴത്തെ മൾട്ടിവുഡിന് തന്നെ 2 ഡോറുകൾ വെച്ചുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അതും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെയും LED ലൈറ്റുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഭിത്തിയിൽ മാത്രമാണ് ജനാലകളുള്ളത്. ഇനി നമുക്ക് അടുക്കളയിലേക്ക് കയറാം. അപ്പോൾ ഇതാണ് അടുക്കളയിലേക്ക് പോകുന്ന വഴി. മനോഹരമായ അടുക്കള.
നേരത്തെ അവിടെ നമ്മൾ കണ്ടത് പ്യുവർ വൈറ്റ് ആയിരുന്നുവെങ്കിൽ ഇതും വൈറ്റ്, പ്യുവർ വൈറ്റ് തന്നെ, പക്ഷേ എങ്കിലും ഡിസൈനകത്ത് ചെറിയ വ്യത്യാസം വരുത്തിയിരിക്കുന്നു ടൈല് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ബെഞ്ച് ടോപ്പുകളെല്ലാം ഗ്രാനൈറ്റ് കൊണ്ട് നൽകിയിരിക്കുന്നു. ഇവിടെ എല്ലാം ഈ പറഞ്ഞ മൾട്ടി വുഡ് കൊണ്ട് തന്നെ തീർത്തേക്കുന്ന സ്റ്റോറേജ് സ്പേസുകളാണ് ഇവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ പ്രിസ്റ്റീജിൻ്റെ ഒരു ഇലക്ട്രിക്കൽ ചിമ്മിനിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും വളരെ മനോഹരമാണ്. ഒരിടത്ത് പോലും, അതായത് ഉള്ള സ്പേസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ ഇതെല്ലാം വന്നേക്കുന്നത്. നോക്കി, എല്ലായിടത്തും സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. താഴെയാകട്ടെ മുകളിലാകട്ടെ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഇതിൻ്റെ തൊട്ടടുത്തൂടെ തന്നെ, അതായത് വാഷ് സിങ്കിൻ്റെ തൊട്ടടുത്തും കൂടി തന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ മനോഹരമായ പാത്രങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നിന്ന് കാണാവുന്ന രീതിയിലുള്ള ഒരു ബോക്സാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെല്ലാം പറഞ്ഞ ആൾക്കുണ്ട് ഈ ഫ്രിഡ്ജൊക്കെ വെക്കുന്ന സ്ഥലം വ്യക്തമായിട്ട് കാണിക്കണമെന്ന്. ഈ വീട്ടിൽ ഫ്രിഡ്ജിനുള്ള സ്ഥാനം ഇതാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ ഫ്രിഡ്ജിനുള്ള സ്ഥാനം നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ ഒരു കുറച്ച് പണി പെൻഡിങ് ഉണ്ട്. ഇനി കുറച്ച് പണി ഇവിടെ ചെയ്യാനുണ്ട്. ഇവിടെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഷീറ്റ് വെച്ച് മറയ്ക്കും, ഒരു വർക്ക് ഏരിയ ഇവിടെ സെറ്റ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ബെഞ്ച് ടോപ്പ് ഇവിടെ വരുന്നുണ്ട്. അതിനുള്ള സിങ്കിനുള്ള പ്രൊവിഷനാണ് ഇവിടെ കാണുന്നത്. ഒപ്പം തന്നെ ഇതാണ് ഈ വീട്ടിൻ്റെ കിണറിൻ്റെ പകുതി പോർഷനിൽ അടച്ചു വെച്ചേക്കാണ്. അതാണ് കിണർ. ഇനി ഇവിടെ പണികൾ നടക്കാനുണ്ട്. ഈ പറഞ്ഞ ഒരു ഷീറ്റിൻ്റെ വർക്ക് കൂടെ നടന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പണി ഏകദേശം കംപ്ലീറ്റ് ആവും. അപ്പോൾ അതും ഇപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന വിലയിൽ തന്നെ ഈ വീട് നമുക്ക് കിട്ടും. ആ പണിയെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും അവിടെ തരുന്നത്. അവിടുന്ന് അവിടെ താഴെ ടൈലിൻ്റെ കുറച്ച് പണികളൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അത് ഇത്രയും. നേരത്തെ പറയാൻ പോയത് ഹാളിൽ നിന്ന് നമ്മൾ അടുക്കളയിൽ പോയപ്പം പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യം, ഈ സ്റ്റെയർ കേസിൻ്റെ അടിയിലും മൾട്ടി വുഡ് കൊണ്ട് തീർത്ത ചെറിയ 2 സ്റ്റോറേജ് സ്പേസുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സ്പേസും ഉണ്ട്. അതോടൊപ്പം തന്നെ ഹോളിൽ നിന്ന് നമ്മൾ നേരത്തെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് കണ്ട ഒരു ചെറിയൊരു ഓപ്പണിങ് കണ്ടിരുന്നു. ആ ഓപ്പണിങ് അവിടെ കൊടുത്തു വയ്ക്കുന്നത് കൊണ്ട് തന്നെ വീടിനുള്ളിലേക്ക് നല്ല രീതിയിൽ സൂര്യപ്രകാശത്തെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം കിട്ടുന്നുണ്ട്. അത് ഗ്ലാസ് വെച്ച് ക്ലോസ്ഡ്, അതുകൊണ്ട് തന്നെ എയർ വെന്റിലേഷൻ അതുകൊണ്ട് ഉണ്ടാവില്ല. പക്ഷേ വെളിച്ചം നല്ല രീതിയിൽ ഉള്ളിലേക്ക് കടത്തി വിടുന്നുണ്ട്. ഇനി ഇവിടെ നിന്നാണ് 2 ബെഡ്റൂമുകളിലേക്കുമുള്ള വാതിൽ. നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറുന്ന പോർഷൻ ഗ്രാനൈറ്റ് വെച്ച് ഒരു ലൈനിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. വൈറ്റിനകത്ത് ആ ബ്ലാക്ക് വരുമ്പോൾ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ റൂമിലും മിനിമലായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു. അധികം കളേഴ്സ് ഒന്നുമില്ല, ഒറ്റ കളർ തീമിൽ തന്നെ കൊടുത്തേക്കുന്ന സീലിംഗ് വർക്കുകളാണ് മുകളിലുള്ളത്. ഈ പെയിൻറ്റിന് അതൊന്നും വലിയ ഗിമ്മിക്സ് ഒന്നുമില്ല, ഒറ്റ കളർ തന്നെയാണ് ഫുൾ പെയിൻറ്റ് അടിച്ചേക്കുന്നത്. ഇവിടെ ഒരു കബോർഡും ഒരു ഡ്രസ്സിങ് ഏരിയയും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മൾട്ടി വുഡിൽ തീർത്ത കബോർഡാണ്. ഒപ്പം തന്നെ ഡ്രസ്സിങ് ഏരിയയും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ബാത്റൂമിലേക്ക് പോവാം. ഇതാണ് ബാത്റൂം ഞാൻ പറഞ്ഞു എല്ലാം സേറയുടെ എക്യുപ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതാകട്ടെ, ഇത് സേറയുടെയാണ്, അതും സേറയുടെയാണ്. അതേപോലെ തന്നെ ഇതും സേറയുടെയും ജാഗ്വറിൻ്റെയുമായിട്ടാണ് ഈ ബാത്ത് ഏരിയയുടെ ഈ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ എക്സോസ്റ്റിനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്, വലിയൊരു വിൻഡോയും നൽകിയിട്ടുണ്ട്. ബാത്റൂമിൻ്റെ കളർ തീം ഫുള്ള് പറയുകയാണെങ്കിൽ ഗ്രേയും വൈറ്റും ചേർന്നിട്ടുള്ളൊരു കളർ തീമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഡോറിനൊരു ഡാർക്ക് കളർ നൽകിയിരിക്കുന്നു. അത് വുഡല്ല, ഫൈബർ ഡോറുകളാണ് ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. ഇനി താഴത്തെ നിലയിൽ 2ാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഇതാണ്. അത്രയും വലിപ്പമില്ല എങ്കിലും ഒരു ചെറിയ ഒരു ബെഡ്റൂമാണിത്. അത്രയ്ക്കും വലിപ്പമില്ല ഈ ബെഡ്റൂമിന്. ഇവിടെയും സീലിംഗ് കൊടുത്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞ നമുക്ക് വലിച്ചു വാരി ഉള്ള കളറുകളെല്ലാം നൽകാതെ തന്നെ ഒരു കളർ തന്നെ അതും ഒതുക്കിയിരിക്കുന്നു. അവിടെ കണ്ട കളർ തീമിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം മാത്രം, ഗ്രേക്ക് ഇച്ചിരി ഡാർക്ക് ഗ്രേയും വൈറ്റും കൊണ്ടാണ് ഇവിടുത്തെ ബാത്റൂമിനെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ ബാത്റൂം അത്രയ്ക്ക് വലുതല്ല, ചെറുതാണെങ്കിൽ തന്നെയും നമുക്കൊട്ടും എന്താ പറയുക സൗകര്യക്കുറവ് ഒട്ടും ഫീൽ ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് ഈ ബാത്റൂമിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഇവിടെയും സെറയുടെ തന്നെ എക്യുപ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതും ബാത്ത് ഏരിയയ്ക്കും സെറയുടെ തന്നെ എക്യുപ്മെൻറ്റ്സ് ആണ് ഇതിനെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. അതും നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ആ മിറർ എങ്കിൽ ഒരുപാട് എന്താ പറയുക നമ്മൾക്ക് അരോചകത്വം ഉണ്ടാക്കാത്ത രീതിയിൽ തന്നെ ചെറിയതായിട്ട് രീതി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊരു വലിയ ബോർഡറോ അല്ലെങ്കിൽ വലിയൊരു ഗിമ്മിക്സോ ഒന്നും കാണിക്കാതെ മിററായിട്ട് തന്നെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് ബാത്റൂമിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ ഇനി
പോകുന്നത് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്കാണ്. താഴത്തെ 2 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി മുകളിലത്തെ നിലയിലേക്ക് നമുക്ക് പോകാം. മുകളിലത്തെ നിലയിലേക്ക് പോകുമ്പോൾ നമ്മളിവിടെ വൈറ്റ് ടൈലുകളും ബ്ലാക്ക് ഗ്രാനൈറ്റും വെച്ചിട്ടാണ് ഇവിടെ സ്റ്റെയർ കേസിനെ ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലും ഗ്ലാസും കൊണ്ടാണ് ഈ സ്റ്റെയർ കേസിൻ്റെ കൈവരികളെ സജ്ജമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ തൂൺ, ഇത് റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന ഒരു തടിയുടെ തൂണും അതിന് നൽകിയിട്ടുണ്ട്. അതിന് നല്ല ഭംഗിയുണ്ട്. നമ്മൾ കയറിപ്പോകുന്ന വഴിക്കെല്ലാം ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഫുഡ് സ്റ്റെപ്സ് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി ഇവിടെ എല്ലാം ലൈറ്റുകൾ LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കയറി പോകുമ്പോൾ തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ രീതിയിൽ ആ ഒരു ഓപ്പണിംഗ് ഉണ്ടായിട്ട് സൂര്യപ്രകാശം അതുവഴി ഉള്ളിലോട്ട് വരുന്നുണ്ട്. അതേ പാറ്റേൺ തന്നെ 2ാമത്തെ ഫ്ലോറിൻ്റെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നല്ല രീതിയിൽ വെളിച്ചത്തെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ ലോബി ഏരിയയിലോട്ട് വരുമ്പോൾ ഇവിടെയും എന്താ പറയുക, സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒറ്റ കളർ സീലിംഗ് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിൽ വിൻഡോ വരുന്നുണ്ട്. 3 പാളികളുള്ള ജനാലയാണ് അവിടെ വരുന്നത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് കാണാം 2 ബെഡ്റൂമുകളിലേക്ക് പോകാം. ആദ്യത്തെ ബെഡ്റൂം താഴെ നമ്മൾ കണ്ട ബെഡ്റൂമിൻ്റെ പോലെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 2 ഭിത്തികളിലായിട്ട് ഇവിടെ ഒരു 3 പാളി ജനൽ അടുപ്പിച്ചും സിംഗിൾ പാളികൾ 2 ജനലുകൾ 2 സൈഡിലായിട്ട് നൽകിയിട്ടുണ്ട്. അത് കാണാൻ നല്ല മനോഹരമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെ കബോർഡ്സ് നൽകിയിട്ടുണ്ട്. കബോർഡ്സ് കൂടാതെ തന്നെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡ്രസ്സിങ് ഏരിയയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനും ഇവിടെ നല്ലൊരു ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ വലിയൊരു മിറർ വെച്ചിട്ടുണ്ട്. അപ്പം തന്നെ ഇവിടെ എല്ലാം ധാരാളം മൾട്ടിവുഡ് കൊണ്ടുള്ള സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ബാത്റൂമിലേക്ക് പോവാം. ഇതാണ് ബാത്റൂം. ഇവിടെയും താഴത്തെ ബാത്റൂം 2ാമത്തെ ബാത്റൂമിൽ കണ്ട അതേ കളർ തീമാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. വൈറ്റും ഡാർക്ക് ഗ്രേയും കൂടെ ചേർന്നിട്ടുള്ള ഒരു കളർ തീമാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇവിടെയും സെറയുടെ തന്നെ എക്യുപ്മെൻറ്റ്സ് എല്ലാം സെറയുടെ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. സെറയുടെയും ജാഗ്വറിൻ്റെയും ഒക്കെയാണ് ആക്സസറീസും എക്യുപ്മെൻറ്റ്സും എല്ലാം യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2ാമത്തെ ബെഡ്റൂമിലേക്ക് കയറി നോക്കാം. ഇവിടാണ് 2ാമത്തെ ബെഡ്റൂം ഉള്ളത്. ഇവിടെ ആൾക്കാർ പണിയൊക്കെ ഉണ്ടില്ല, കുറച്ച് പണികളൊക്കെ പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൾക്കാരുടെ കുറേ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. കാര്യമാക്കണ്ട. ഇത് കയറി വരുമ്പോൾ തന്നെ ഇതിൽ ഡാർക്ക് കളറോട് കൂടിയ കബോർഡ്സ് വെച്ചിട്ടാണ് ഈ ബെഡ്റൂം നമ്മളെ സ്വീകരിക്കുന്നത്. അത് കാണാൻ നല്ല മനോഹരമായിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസും ഉണ്ട്. ഇതെല്ലാം മൾട്ടിവുഡിൽ തന്നെ അത് കേട്ടോ ചെയ്തേക്കുന്നത്. ഒന്നും വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, എല്ലാം മൾട്ടിവുഡാണ്. അതേപോലെ തന്നെ ഇവിടെയും സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. സീലിംഗ് കണ്ട എല്ലാം ഒറ്റ കളർ തന്നെ സീലിംഗ് വർക്കാണ്. ഇവിടെയും 2 ഭിത്തികളിലായിട്ട് 2 ജനാലകൾ കൊടുത്തിട്ടുണ്ട്. 3 പാളിയുടെ ഒരു സിംഗിൾ ജനാലയും അതേപോലെ ഓരോ പാളികളുടെയും 2 ജനാല സെപ്പറേറ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അതിപ്പോഴത്തെ ഒരു ഫാഷനാണെന്ന് തോന്നുന്നു. നല്ല കുറേ അടുത്ത് ഞാനിപ്പോൾ ആ ട്രെൻഡ് കാണുന്നുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. വലിയൊരു മിററും അതേപോലെ തന്നെ മുകളിലത്തെ 2 ബെഡ്റൂമും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. താഴത്തെ ഒരു ബെഡ്റൂം ചെറുതാണ്. ഇവിടുത്തെ ബാത്റൂം വൈറ്റും ഗ്രേയും കൊണ്ടുള്ള ബാത്റൂമാണ്. സെയിം നമ്മൾ കണ്ട മറ്റു ബാത്റൂമുകളുടെ സെയിം അത്രയും ഇത് തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഇനി നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ ഒരു യൂട്ടിലിറ്റി ഏരിയ ഉണ്ട്. അത് ഇത് നമ്മുടെ ഇവിടെ ഒരു യൂട്ടിലിറ്റി ഏരിയ ആണ്. ഇവിടാണ് വാഷ് ബേസൺ മറ്റും വെക്കാനുള്ളത്. ഇവിടെ ഫുള്ള് ഷീറ്റിട്ട് മറിച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് ഷീറ്റിട്ട് മറിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടുന്ന് മുകളിലേക്ക് കയറാൻ നമ്മൾ വന്നപ്പോൾ ഇവിടെ പണിക്കാരുണ്ട്. അവർ നമ്മളെ കണ്ടിട്ട് കയറി പോയേക്കാണ്. അപ്പോൾ മേളിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വെൽഡിങ്ങിൻ്റെയും ഡ്രസ് വർക്കും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിലേക്ക് കയറാൻ ഒരു കൈവരിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ ഈ വീട് മുഴുവനായി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏകദേശം 4 സെൻറ്റിൽ ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് ഇനി ഇവിടെ ഒരു ചെറിയൊരു ബാൽക്കണിയുണ്ട്, അതുകൂടെ കാണേണ്ടതുണ്ട്. ഇതാണ് ബാൽക്കണി. അത്യാവശ്യം വലിയൊരു ബാൽക്കണിയാണ്. ഈ ബാൽക്കണിയിലാണ് ഇവിടെ ഞാൻ വൈറ്റ് കളറല്ലാതെ വേറൊരു കളർ തീം കണ്ടേക്കുന്നത്, ഒരു ഓറഞ്ച് കളർ തീം കണ്ടേക്കുന്നത്. അത് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടെ കുറച്ച് ഭാഗത്തെ ടൈലുകൾക്കും വേറൊരു നിറം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇനി ഈ വീടിൻ്റെ വിലയും മറ്റു കാര്യങ്ങളുമാണ്. ഇവിടെ നല്ല സൗണ്ട് ഉണ്ടല്ലേ, ക്ലിയറായിട്ട് കേൾക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. നമുക്ക് ഇച്ചിരി ഉള്ളിലോട്ട് മാറി നിൽക്കാം. അവിടെ അവർ പണി നടക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് നമുക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട.
അവർ നമ്മളെയും ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ട് തോന്നാട്ടോ. അപ്പോൾ നമ്മൾ ഈ വീട് മൊത്തം 4 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റാണ് ഈ വീടുള്ളത്. അപ്പോൾ ഈ വീടിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 77 lakhs ആണ് ഈ വീടിന് ഇവർ ചോദിക്കുന്ന വില. അത് അത്രയ്ക്കും വലിയ പ്രൈസാണെന്ന് തോന്നുന്നില്ല. ഏകദേശം ഇതിനുള്ള പ്രൈസ് അവർ ചോദിക്കുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എക്സാക്റ്റ് പറഞ്ഞാൽ പൂക്കാട്ടുപടിക്ക് തൊട്ടടുത്താണ്. എറണാകുളം ഇവിടുന്ന് എടപ്പള്ളിക്ക് എനിക്ക് തോന്നുന്നൊരു 8-9 കിലോമീറ്റേഴ്സ് മാക്സിമം 6 കിലോമീറ്ററാണ് എക്സാക്റ്റ് പറഞ്ഞാൽ. നിങ്ങൾ മാക്സിമം കൂടി ഇപ്പോൾ 6-7 കിലോമീറ്റർ, അതിൽ കൂടുതൽ എന്തായാലും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പോൾ എറണാകുളത്ത് ഇങ്ങനൊരു 4 ബെഡ്റൂമുള്ളൊരു വില്ല നോക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് സ്യൂട്ടബിൾ ആയിരിക്കും. ഇനി ഈ വീട് വാങ്ങിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് എക്സാക്റ്റ് ഗൈഡ് ലൈൻസ് തരും. എന്തൊക്കെയാണ് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്നുള്ള കാര്യം അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇനി സ്ഥിരം പറയുന്ന കാര്യം, ഈ വീഡിയോ നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളോട് പറയുക. യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുകൂടെ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറയണം. അപ്പോൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.